അയ്യോ, എനിക്ക് തോന്നുന്നത് സൂര്യൻ ചൂടിന്റെ ബട്ടൺ ഓണാക്കിയിട്ട് എവിടെയോ പോയെന്ന്. അയ്യോ, എന്തൊരു ചൂടാ! ദിവസം പോകുന്തോറും ചൂട് കൂടുവാണല്ലോ. ഈ ഗ്രാമത്തിൽ മാത്രമാണോ ഇത്രയും ചൂടെന്ന് നമുക്കറിയില്ലല്ലോ. ഈ ചൂടത്തൊരു മുട്ട വെച്ച പുഴുങ്ങി കിട്ടും. എടി ചന്ദ്രി, നിന്റെ പുന്നാരമോൻ മോഹൻ ഇതുവരെ വന്നില്ലേ? ആ 4 ദിവസത്തേക്കെന്ന് പറഞ്ഞു പോയതാ. ഇന്നിപ്പതാ 8ാമത്തെ ദിവസമായി. അവരവിടെ അവനെ പണിയെടുപ്പിച്ച് കൊല്ലുമായിരിക്കും. ഈ ചൂടത്തവൻ വല്ലതും കഴിച്ചോ എന്താണെന്നോ ഒരു പിടിയും ഇല്ല. ചൂട് കാരണം ആ ഗ്രാമത്തിൽ എല്ലാരും ബുദ്ധിമുട്ടുകയായിരുന്നു. ഇവരുടെ ഒരു പാവപ്പെട്ട കുടുംബമാണ്. മോഹൻ കൂലിപ്പണിക്കാരനായിരുന്നു. മോഹൻ അതേ ഗ്രാമത്തിലെ വേറൊരു സ്ഥലത്ത് ഒരു മുതലാളിയുടെ വീട്ടിൽ കൂലിപ്പണി ചെയ്യുകയായിരുന്നു. മോഹൻ അവിടെ തന്നെയുള്ള ഒരു ജോലിക്കാരനുമായി സംസാരിക്കുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ജോലിക്കാരന് വയ്യാണ്ടായി. മോഹൻ അദ്ദേഹത്തിന്റെ ജോലിയും ഏറ്റെടുത്ത് ചെയ്യുകയായിരുന്നു. ഇത് കണ്ട് ആ ജോലിക്കാരന്റെ കണ്ണു നിറഞ്ഞുപോയി. മോഹൻ കുറെ ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ ജോലിയും കൂടെ ഒരുമിച്ച് ചെയ്യുകയായിരുന്നു. മോനെ, ഇത്രയും ദിവസമായിട്ട് നീ എന്നെ സഹായിക്കുകയാണ്. നീ ചെയ്യുന്നത് വലിയ കാര്യമാ. ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞാ നീ തെറ്റിദ്ധരിക്കരുത്. അയ്യോ ഇല്ല ചേട്ടാ, പറ. താങ്കൾ എന്നെക്കാളും മൂത്തതല്ലേ? നിങ്ങളെ എനിക്കൊരു അച്ഛനെ പോലെയാണ്. മോനെ, എനിക്ക് വളരെ പ്രായമായി വരികയാ. എനിക്ക് എന്റെ മോള് കുസുമത്തെ ഓർക്കുമ്പോ വലിയ സങ്കടമാണ്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ എന്റെ മോക്ക് വേറെ ആരുമില്ല. കുറച്ചു നാളായിട്ടെങ്കിലും നീ എന്റെ മോള് കുസുമത്തിനെ കാണുന്നതല്ലേടാ. അവള് വളരെ മിടുക്കിയാണ്. വീട്ടിലെ കാര്യങ്ങളെല്ലാം നല്ലപോലെ നോക്കും. മോനെ, നിനക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കുന്നതല്ല കേട്ടോ. നിന്നെ ഞാൻ എന്റെ സ്വന്തമായി കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. ചേട്ടാ എനിക്ക് അറിയാം, സുമം നല്ല കുട്ടിയാണ്. ഞാൻ എൻ്റെ വീട്ടുകാരോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് പറയാം. വീട്ടിൽ ചെന്നാലുടനെ ഞാൻ ഈ കാര്യം അവരോട് പറയാം. മോഹനേട്ടാ, ഞാൻ കുറച്ച് ചപ്പാത്തിയും കറിയും ഇതിൽ പൊതിഞ്ഞിട്ടുണ്ടേ. മോഹൻ അവളുടെ കയ്യിൽ നിന്നും ആ പൊതിയെടുത്ത് നേരെ വീട്ടിലേക്ക് പുറപ്പെടുകയും ചെയ്തു. വീട്ടിലെത്തിയ ഉടനെ കുസുമത്തിനെക്കുറിച്ച് പറഞ്ഞു. എന്റെ മോനെ, ഊരും പേരും അറിയാത്ത ഒരാളെ എങ്ങനെയാ വിവാഹം ചെയ്യാ? ഇപ്പൊ എല്ലാരും ചതിക്കുകയാണല്ലോ. അവരുടെ കുടുംബത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ലല്ലോ. അമ്മ, കുസുമ നല്ല കുട്ടിയാണ്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവര് നല്ല കൂട്ടരാണ്. എന്തായാലും അവിടം വരെ പോയെന്ന് കണ്ടേക്കാന്നേ. എന്താ കുഴപ്പം? അതിന് നമ്മൾ വലിയ പൈസക്കാരൊന്നും അല്ലല്ലോ. വലിയ വീട്ടിൽ നിന്നൊക്കെ ബന്ധം കിട്ടാനായി. പെൺകുട്ടി നല്ലതാണെങ്കിൽ ഏത് വീടിനെയും സ്വർഗമാക്കാൻ കഴിയും. ഇനി കുസുമെങ്ങാനും ഈ വീട്ടിലെ വന്നു കയറുന്ന ലക്ഷ്മിയാണെങ്കിലോ? അങ്ങനെ എല്ലാവരും കുസുമത്തിനെ പെണ്ണ് കാണാൻ പോയി. കുസുമത്തിന്റെ അച്ഛൻ അവരെ എല്ലാവരെയും നല്ല രീതിയിൽ സ്വീകരിച്ചു. കുസുമമാണെങ്കിൽ നല്ല രീതിയിൽ ഒരുങ്ങി സുന്ദരിയായിരിക്കുകയായിരുന്നു. കണ്ടപ്പോഴേ എല്ലാവർക്കും അവളെ ബോധിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞ് മോഹന്റെയും കുസുമത്തിന്റെയും ആ മംഗളകരമായ ചടങ്ങ് നടന്നു. ഭയങ്കരമായ ചൂട് തുടങ്ങി. വീട്ടിൽ ഒരു ഫാനേ ഉണ്ടായിരുന്നുള്ളൂ. ജാനകി കല്യാണം കഴിഞ്ഞതുകൊണ്ട് തന്നെ അവര് രണ്ടുപേർക്കും ആ മുറിയങ്ങ് കൊടുക്കുകയും ചെയ്തു. ജാനകിയും ജാനകിയുടെ ഭർത്താവും മോളും ഹാളിൽ കിടന്നു. മകൾ ചന്ദ്രികയ്ക്കാണെങ്കിൽ ചൂടെടുക്കാനും തുടങ്ങി. അമ്മ, ഭയങ്കരമായിട്ട് ചൂടെടുക്കണോ? ഇവിടെ ഒരിത്തിരി കാറ്റ് പോലും കിട്ടുന്നില്ല. ഈ വീട്ടിലെ ഫാനാണെങ്കിൽ അതിന് പേര് മാത്രമേ ഉള്ളൂ ഫാൻ. ഒരിത്തിരി കാറ്റ് പോലും ഇല്ല. അതുകൊണ്ട് അവരെ രണ്ടുപേരെ അവിടെ കിടത്തിയേക്കണത്. സത്യം പറയാലോ, പുഴുങ്ങിയിരിക്കോ ഞാൻ. അമ്മ, എനിക്ക് സഹിക്കാൻ പറ്റണില്ല. നീ ഒന്ന് കുളിച്ചിട്ട് വാ, ആശ്വാസം കിട്ടും. ഇപ്പൊ കുളിക്കാനായിട്ട് നിന്നാ ഇതിനേക്കാൾ ചൂടായിരിക്കും. നാളെ ഞാൻ കിണറ്റിൽ നിന്ന് നല്ല തണുത്ത വെള്ളം കൊണ്ടു തരാം, എന്നിട്ട് നീ കുളിക്കേ. കുസുമ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. മോഹൻ നല്ല ക്ഷീണിതനായതുകൊണ്ട് തന്നെ നല്ല ഉറക്കത്തിലായിരുന്നു. കുസുമത്തിനാണെങ്കിൽ ചൂട് കാരണം ഉറക്കം വന്നില്ല. രാവിലെ ആയപ്പോ അവരവരുടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുസുമ അമ്മായിയമ്മയോട് പറയും, അമ്മ, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം. മോളെ, ഇത്ര ചൂടുള്ള സമയത്ത് ഇപ്പൊ പുറത്തു പോകേണ്ട ആവശ്യമുണ്ടോ? അത് പിന്നെ എനിക്ക് കുറച്ച് സാധനം വാങ്ങണം. എന്നാ പോയിട്ട് വാ. ചന്ദ്രികയും കൂടെ കൂട്ടിക്കോ. അമ്മ, എനിക്ക് പോവാൻ വയ്യ ഇത്രയും ചൂടത്ത്. ചേട്ടത്തി, ഞാൻ ഈ ഫാൻ്റെ അടിയിൽ ഒന്ന് കിടന്നുറങ്ങിക്കോട്ടെ. എനിക്ക് പറ്റൂല, അതുകൊണ്ടാണേ, ഒന്നും തോന്നല്ലേ. അതിനെന്താ, ഞാൻ പോയിട്ട് വരാം. ഇത്രയും പൊരിഞ്ഞ വെയിലത്ത് എന്ത് അത്യാവശ്യ സാധനം വാങ്ങാനാണോ പോകുന്നത് ആർക്കറിയാം. കുസുമത്തിന്റെ മനസ്സിൽ എന്തോ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഈ ചൂടത്ത് അവള് പോയത്. കുസുമം നേരെ പാത്രക്കടയിലോട്ടാണ് പോയത്. നീല നിറമുള്ള ഡ്രമ്മും വാങ്ങിച്ചു. ചേട്ടാ, നീല നിറത്തിലുള്ള ഡ്രമ്മുണ്ടോ? അയ്യോ, അതൊന്നും ഇവിടെ ഇല്ല. അതൊക്കെ ഞങ്ങൾ വിൽക്കുന്നത് നേരത്തെ നിർത്തിയായിരുന്നു. നീല നിറത്തിലുള്ള ഡ്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ ഓടുന്നതാണ്. നിങ്ങൾക്ക് ഈ സാധനം എന്തിനാണ്? അതൊരു അത്യാവശ്യ കാര്യത്തിനായിരുന്നു. ഇവിടെ വേറെ എവിടെയില്ല, അത് കിട്ടുമോ? ഇവിടുന്ന് നേരെ പോയിട്ട് വലത്തോട്ട് തിരിഞ്ഞാൽ അവിടെ ഒരു കടയുണ്ട്. അവരും അത് നിർത്തിയതാണെന്നാണ് തോന്നുന്നത്. കുസുമത്തിനാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഡ്രമ്മ് കിട്ടണമായിരുന്നു. അപ്പോഴാണ് ജാനകിയുടെ അയൽപക്കക്കാരിയായ പരദൂഷണക്കാരി അവിടെ വന്നത്. അങ്ങനെ ആ സ്ത്രീ അവിടെ നിന്നെല്ലാം സ്കാൻ ചെയ്ത് ഇക്കാര്യം ജാനകിയോട് പറയാനായിട്ട് പോയി. ജാനകിയേ, എടി ജാനകിയേ. എന്തു അടി മുന്നി ഈ കിടന്ന് തൊള്ള തുറന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്? ഓ, ശ്വാസം വിടട്ടെ. വീട്ടിലാരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല, വീട്ടിൽ ആരുമേ ഇല്ല. ചന്ദ്രിക മുറിയിൽ കിടന്ന് ഉറങ്ങുകയാണ്. പിന്നെ മരുമോള് പോയേക്കുവാ സാധനം വാങ്ങാൻ.
അതന്നെയല്ലേ ഞാനിപ്പോ പറയാൻ വന്നത്. നിന്റെ മരുമോളുണ്ടല്ലോ മാർക്കറ്റിൽ നിന്നും ഒരു നീല ഡ്രം വാങ്ങിക്കാനായിട്ട് നിക്കുന്നത് കണ്ട്. എന്ത് നീല ഡ്രം വാങ്ങിക്കാനാണോ അവള് പോയത്? അവക്കിപ്പോ അതിന്റെ ആവശ്യം എന്താണോ? ചിലപ്പോ ഐസ് ഇട്ട് വെക്കാനായിരിക്കും. എനിക്ക് പക്ഷെ തോന്നിയത് എന്താന്ന് വെച്ചാ അവൾ ആ ഡ്രമ്മിനകത്ത് നിങ്ങൾ കുടുംബക്കാരെ ഇട്ട് വെക്കാനാണെന്ന്. കുസുമ അപ്പോഴേക്കും സാധനം കൊണ്ടെത്തി. ഇതവര് കണ്ടോണ്ട് നിൽക്കുകയായിരുന്നു. അല്ല ജാനകി, ഞാൻ പോട്ടെ, ഞാൻ പിന്നെ വരാം കേട്ടോ. മുന്നി അവിടെ നിന്ന് പോയെങ്കിലും ജാനകി ഇത് കണ്ടോണ്ട് നിന്ന് ആകെ വെന്തുരുകി നിൽക്കുകയായിരുന്നു. അമ്മ എന്താ ഈ പേടിച്ച് നിൽക്കുന്നത്? അങ്ങോട്ട് നോക്ക്, നിന്റെ ചേട്ടത്തി ഇതെന്താ വാങ്ങിക്കൊണ്ട് വന്നേക്കണേ? നീല ഡ്രമ്മേ. ഇത് ഇപ്പൊ വാർത്തയായിട്ടിരിക്കുകയല്ല. അല്ല, ഇവളെന്തിനാ വാങ്ങിയേ? ചേട്ടത്തി അതെന്തെങ്കിലും കാര്യത്തിന് വാങ്ങിയായിരിക്കും. അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? കുസുമം മുറ്റത്ത് ആ ഡ്രമ്മങ്ങ് വെക്കും. എല്ലാരും അതിനെ തന്നെ നോക്കുകയായിരുന്നു. കുസുമം നേരെ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയിട്ട് കുറച്ചേരം കഴിയുമ്പോൾ ഉപയോഗിക്കാതിരുന്ന മൺകലം, ഫാന്, പൈപ്പ്, അതുകൂടാണ്ട് പൊട്ടിയിരുന്ന ബക്കറ്റും കൊണ്ടുവരും. അപ്പോഴേക്കും അവിടെ മോഹനും അച്ഛനും എത്തും. കുസുമം, എന്താണിതൊക്കെ? ഈ നീല ഡ്രം കൊണ്ട് നീ എന്ത് ചെയ്യുക? അതൊക്കെ എന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയായത്. ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയോ? അതോ ഈ നീല ഡ്രം കൊണ്ടോ? അതെ അച്ഛാ, ഞാനൊരു പത്രത്തിലൊരു ഫോട്ടോ കണ്ടിരുന്നു. ഒരു ടിന്ന് കണ്ടിച്ച് അതിനെ കൂളറാക്കി മാറ്റി. അപ്പൊ ഞാൻ ഈ നീല ഡ്രം വെച്ച് നമുക്ക് ഒരു കൂളർ ഉണ്ടാക്കാമെന്ന് കരുതി. ആണോ കുസുമം? അത് നല്ല ഐഡിയ ആണല്ലോ. എന്തായാലും ഞാനും നിന്നെ സഹായിക്കാം. ആ കലത്തിൽ ഇച്ചിരി വെള്ളം നിറച്ച് ആ പൈപ്പ് ഒന്ന് ഫാനിൽ ഫിറ്റ് ചെയ്യും. അച്ഛാ, നമുക്കിപ്പോ ഈ ഡ്രം ഒന്ന് മുറിക്കണം. ഞാൻ പോയി മുറിക്കാനുള്ളത് എടുത്തിട്ട് വരാം. അങ്ങനെ അമ്മായിയച്ഛന്റെയും ഭർത്താവിന്റെ സഹായത്തോടെ കുസുമം ആ ഡ്രം മുറിച്ച് നല്ലൊരു കൂളർ തന്നെ ഉണ്ടാക്കും. മുകളിൽ നിന്നും മുന്നി ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. തണുത്ത കാറ്റ് കൂളറിൽ നിന്നും വീശിയപ്പോ പുള്ളിക്കാരി അവിടെ വന്നു. മോളെ, ഇത് കൊള്ളാലോ ഐഡിയ. നീ ഇവിടത്തെ ലക്ഷ്മി ദേവി തന്നെയാ. ഇത്രയും ചൂടത്ത് നീ നമുക്കൊരു ആശ്വാസം തന്നു. നല്ല കൂളറാണ് മോളിപ്പോ ഉണ്ടാക്കിയത്. അല്ല കുസുമം മോളെ, എനിക്കും കൂടെ ഒരു കൂളർ ഉണ്ടാക്കി തരുമോ? അതെന്താന്നറിയോ, എന്റെ വീട്ടില് കൂളറില്ല. അവളുണ്ടാക്കി തരും, കാശ് കൊടുത്താ മതി. അത്രയും കഷ്ടപ്പെട്ടിട്ടല്ലേ ഉണ്ടാക്കുന്നേ, ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? പൈസ കൊടുക്ക്, കൂളർ വാങ്ങൂ. അവളുടെ ബുദ്ധി ഉപയോഗിച്ച് അവളൊരു കൂളർ ഉണ്ടാക്കി. അപ്പൊ അത് പൈസ കിട്ടണ്ടേ? ശരിയല്ലേ? അമ്മായിയമ്മ കാര്യം പറഞ്ഞു. മുന്നേ അപ്പൊ തന്നെ ഓടിപ്പോയി കാശ് എടുത്തോണ്ട് വന്നു. 500ന്റെ 2 നോട്ട് നേരെ കുസുമത്തിന് കൊടുത്തു. ഇത് വളരെ ശരിയാണ്. കുസുമം അവളുടെ ബുദ്ധി ഉപയോഗിച്ച് നല്ലൊരു കൂളർ ഉണ്ടാക്കി. അപ്പൊ കഷ്ടപ്പെടുന്നതിന് പൈസ കിട്ടണമല്ലോ. അങ്ങനെ പയ്യെ പയ്യെ ഗ്രാമത്തിലെ എല്ലാവരും അവളെ കൊണ്ട് കൂളർ ഉണ്ടാക്കാൻ തുടങ്ങി. സ്വന്തം കുടുംബത്തിന് വേണ്ടി അവൾ ഒരു കൂളർ ഉണ്ടാക്കിയതിന്റെ കൂടെ നാട്ടുകാർക്കും ആ ചൂടിൽ നിന്നും രക്ഷ കിട്ടാൻ അവള് കൂളർ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. അവളുടെ ഈ ബുദ്ധി കാരണം അവൾക്ക് വരുമാനവും വരാൻ തുടങ്ങി. കുസുമം അവളുടെ അച്ഛനു വേണ്ടിയും ഒരു നീല ഡ്രമ്മിൽ കൂളർ ഉണ്ടാക്കി കൊടുത്തു. അച്ഛൻ അതൊരു അഭിമാനം തന്നെയായിരുന്നു. എന്താ അമ്മേ, നമ്മുടെ ഗീസർ ഇതുവരെ ശരിയാക്കിയില്ലേ? ആ മോളെ, ഞാൻ പറയാൻ മറന്നു. മേസ്ത്രി വന്നിട്ട് പറഞ്ഞു അതിന് ഒരുപാട് ചിലവാകുമെന്ന്. ഇത് ശരിയാക്കുന്ന പൈസയുണ്ടെങ്കിൽ പുതിയത് വാങ്ങാമെന്ന്. ശരി, എന്നാ പുതിയത് വാങ്ങിച്ചൂടെ? ആ, എങ്ങനെയാ മോളെ, വീട്ടിലെ അവസ്ഥ നിനക്കറിയില്ലേ? നിന്റെ അച്ഛന്റെ പെൻഷനിലാണ് വീട് നോക്കുന്നത് തന്നെ. ഗീസർ വാങ്ങുന്നത് പോയിട്ട് ഇവിടെ 4 റൊട്ടി തിന്നാൻ തന്നെ പാടുപെടുകയാ. എന്താ അമ്മേ, ഇത്ര തണുപ്പിൽ ഞാൻ എങ്ങനെ കുളിക്കാനാണ്? നീ വിഷമിക്കണ്ട, ഞാൻ ഗ്യാസ് അടുപ്പിൽ വെള്ളം ചൂടാക്കി തരാം. അമ്മ രാജ്മതിയുടെ വാക്കുകൾ കേട്ട് ശുഭാംഗി ഒന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞ് അടുക്കളയിൽ, അമ്മേ, നമ്മുടെ ഈ മിക്സിക്ക് എത്ര പഴക്കമുണ്ട്? അത് കുറഞ്ഞത് 12 വർഷമെങ്കിലും ആയി കാണും. ആ, അതൊന്ന് മാറ്റി വാങ്ങിക്കൂടെ അമ്മേ? എത്ര നാളിതിട്ട് ഓടിക്കും? മിണ്ടാതിരിക്കുക, അത് നന്നായിട്ടാ ഓടുന്നത്. ഞാൻ ഇതിലെന്താ പാറ വല്ലതും പൊട്ടിക്കുന്നുണ്ടോ? നീ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയണ്ട കേട്ടല്ലോ. നിന്റെ കല്യാണം ഒന്ന് കഴിയട്ടെ, നമുക്കപ്പ കാണാം. നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ എത്ര പുതിയ സാധനങ്ങളാ ഉള്ളതെന്ന്. ഹാ നോക്കാം. നിങ്ങളെല്ലാവരും എന്റെ വീട്ടിൽ വരില്ലേ? നോക്ക്, എല്ലാം നല്ല ടിപ്പ് ടോപ്പായിട്ട് കാണാം. അവിടെ കുളിക്കാനുള്ള ഗീസർ കേടാവുകയുമില്ല, മിക്സിയും കേടാവില്ല, പോകാൻ മോട്ടോർ സൈക്കിളും കേടാവില്ല. ഇപ്പോ മോട്ടോർ സൈക്കിൾ എവിടെ നിന്നാ വന്നത്? നിന്റെ അച്ഛന്റെ മോട്ടോർ സൈക്കിൾ വളരെ നന്നായിട്ടാണല്ലോ ഓടുന്നത്. അതും നിങ്ങളെ പോലെയൊക്കെ തന്നെ പഴയതായല്ലോ. നോക്കിക്ക്, ഒരു ദിവസം അതേ നിങ്ങളെ പണി മുടക്കിക്കോളും. കരിനാക്ക് വെച്ച് ഓരോന്ന് പറയാതെ. ശിവാംഗി അവരുടെ ഏക മകളായിരുന്നു. സ്വഭാവം കൊണ്ട് കുറച്ച് മടിച്ചിയുമായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞ്, ശുഭാംഗി, മോളെ ശുഭാംഗി. അമ്മ പറയ്. എടുത്തോ, നിനക്ക് വേണ്ടി പുതിയ ഗീസർ. എത്രയാന്ന് വെച്ചാ കുളിച്ചോ. അത് നന്നായി. പുതിയ മിക്സി വന്നോ? നീ ഇപ്പോൾ അടി വാങ്ങിക്കും. പിന്നെ അങ്ങനെ കുറച്ചു വർഷങ്ങൾ കടന്നുപോയി. ശുഭാംഗിയുടെ കല്യാണം കിഷൻ എന്നു പേരുള്ള ഒരാളുടെ ഒപ്പം നടന്നു. അന്ന്, ശിവാംഗി, ഞാൻ പറയുന്നത് സൂക്ഷിച്ചു കേൾക്ക്. നിന്റെ ഭർത്താവിന്റെ വീട്ടുകാരെ നല്ലവരാണ്.
ചെറുക്കന് നല്ല ജോലിയുണ്ട്, നഗരത്തിലൊരു വീടുണ്ട്, നന്നായി സമ്പാദിക്കുന്നുമുണ്ട്. നിനക്ക് നല്ല വിധിയാണ് മോളെ. എടി, നീ മാളികയിലേക്കാ പോകുന്നത്. അവിടെ ഒരു കുറവും വരില്ല, ജോലിക്കാർ വരെയുണ്ട്. വലിയ വണ്ടി, വാഷിംഗ് മെഷീൻ, ഗീസർ, വേണ്ടതെല്ലാം അവിടെയുണ്ട്. അതേ അമ്മേ, എനിക്ക് സന്തോഷമായി. എന്നാൽ ഇത്രയും സൗകര്യങ്ങളിൽ ഞാൻ എങ്ങനെ ജീവിക്കും? നിനക്ക് കുറച്ചു കുറച്ചായി ശീലമായിക്കോളും. ശുഭാംഗി കല്യാണം കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി. അവൾ ഭർത്താവിന്റെ വീട്ടിലെത്തിയപ്പോൾ അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനേ പറ്റിയില്ല. അവരുടെ വീട് എങ്ങനെയുണ്ടായിരുന്നെന്നാൽ വർഷങ്ങളായി പെയിന്റ് പോലും അടിച്ചിട്ടില്ല. വീടെന്നതിലുപരി അതൊരു പ്രേത വീട് പോലെ ഉണ്ടായിരുന്നു. പാവം ശുഭാംഗി മിണ്ടാതെ ഭർത്താവിന്റെ വീട്ടിലേക്ക് കയറിപ്പോയി. അവിടെ ഇരുട്ടായിരുന്നു. വാ മോളെ, ഇന്നു മുതൽ ഇത് നിന്റെ വീടാണ്. വാ മോളെ, അകത്തു വാ. സൂക്ഷിച്ചു വരണേ മോളെ, ലൈറ്റ് ഇല്ല. പക്ഷേ അമ്മേ, ഇൻവെർട്ടർ എവിടെ? ഇൻവെർട്ടറിന്റെ ബാറ്ററി നിന്റെ അമ്മാവൻ കൊണ്ടുപോയി. അത് 15 കിലോ തൂക്കമുണ്ടത്രേ. അതുകൊണ്ട് വിൽക്കാനായി കൊണ്ടുപോയതാ. അതെന്തായാലും കേടായതല്ലേ. ബാറ്ററി കൊണ്ട് അങ്ങനെയെങ്കിലും ഉപകാരമുണ്ടാവട്ടെന്ന് വിചാരിച്ചു. അല്ലേ? തന്റെ അമ്മായിയമ്മ ലീലാവതി പറയുന്നത് കേട്ട് അവളുടെ മുഖം തന്നെ വാടിപ്പോയി. ലീലാവതി അവളുടെ കൈകൾ പിടിച്ച് മുറി വരെ കൊണ്ടുവിട്ടു. കണ്ണു കാണാതെ ശുഭാംഗി ആ ഇരുട്ടിലൂടെ നടന്നു. പെട്ടെന്ന് അവളുടെ തല ഇളകിക്കിടന്ന വാതിലിൽ പോയി ഇടിച്ചു. ആ! ഓഹോ, നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു കിഷൻ ഈ വാതിലൊന്ന് ശരിയാക്കാൻ. നീ അതനുസരിച്ചതേയില്ല. അമ്മേ, അത് 6 മാസമായി പൊട്ടിപ്പോയിട്ട്. പക്ഷേ അമ്മ എപ്പോഴാ എന്നോട് പറഞ്ഞത്? മിണ്ടരുത്, ഒരുപാട് സംസാരിക്കണ്ട. മോള് പതുക്കെ വാ. ശരിയമ്മേ. ശുഭാംഗി അവളുടെ മുറി ശ്രദ്ധിച്ചു നോക്കി. ആദ്യ രാത്രിക്കുള്ള മുറിയിൽ അലങ്കാരമെന്ന ചിന്തയിൽ പ്ലാസ്റ്റിക്കിന്റെ ചെറിയ പാത്രം വെച്ചിരിക്കുന്നു. ബെഡിന് താഴെയായി ഒരു ഷീറ്റും കിടക്കുന്നു. അയ്യോ, ഈ ഷീറ്റ് ഇവിടെ ആരും അറിയാതെ ഇട്ടതാണെന്ന് തോന്നുന്നു. ഞാൻ മടക്കി വെച്ചേക്കാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആഹാ, ചോദിക്ക്. ഈ വാതിലിങ്ങനെ തുറന്നു കിടന്നു കഴിഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? കിഷൻ തന്റെ സർവശക്തി ഉപയോഗിച്ച് ആ വാതിൽ പൂട്ടി. ഇത് കണ്ട് ശുഭാംഗിക്ക് സമാധാനമായി. എന്നാൽ പ്രശ്നമിതായിരുന്നു, അവിടെ അറിയാതെ പൂട്ട് അടഞ്ഞുപോയി. ഇത്രയും പെട്ടെന്ന് മുറി പൂട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ എന്തു പറയും? രണ്ടുപേരും ആ വാതിൽ തുറക്കാൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ അത് തുറക്കാൻ പറ്റിയില്ല. രണ്ടുപേരും ക്ഷീണിച്ച് ബെഡിൽ പോയിരുന്നു. അവർ എപ്പോൾ ഇരുന്നോ ആ ബെഡ് പൊട്ടി. അവർ രണ്ടുപേരും താഴേക്ക് വീണു. അയ്യോ, അവിടെ എന്താ? അമ്മേ, ഇവിടെ കുഴപ്പമൊന്നുമില്ല. കിടക്ക പൊട്ടിയോ കിഷൻ? വിഷമിക്കണ്ട. താഴെ ഞാനൊരു ഷീറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അതെടുത്ത് വിരിച്ചോ. അതിന്റെ മുകളിൽ വേറൊരു ഷീറ്റിട്. ഓഹോ, അതുകൊണ്ടാണ് അമ്മ തറയിൽ ആ ഷീറ്റ് വിരിച്ചിരുന്നത്. കണ്ടോ, എന്റെ അമ്മയ്ക്ക് എന്ത് ബുദ്ധിയാണെന്ന് ശിവാംഗി. ശുഭാംഗി ദേഷ്യത്തോടെ കിഷനെ നോക്കി. പാതിരാത്രിയിൽ അവൾക്ക് ദാഹിച്ചപ്പോൾ മിണ്ടാതെ എഴുന്നേറ്റ് വെള്ളമെടുക്കാൻ ഫ്രിഡ്ജ് നോക്കി. അവൾ മൊബൈലിന്റെ വെളിച്ചത്തിൽ ഫ്രിഡ്ജ് തുറന്നു. ഫ്രിഡ്ജ് തുറന്നപ്പോൾ അവൾ അതിനുള്ളിൽ കണ്ടു. അതിന്റെ ഉള്ളിൽ ബിസ്ക്കറ്റ്, പഞ്ചസാര, പിന്നെ ഉപ്പുമിരിക്കുന്നു. ദൈവമേ, ഇതെന്താ? എന്തു പറ്റി മോളെ? എന്തുവാ നീ തേടുന്നത്? അമ്മേ, വെള്ളം. വെള്ളം ആണോ? അത് താഴെ വെച്ചിട്ടുണ്ടല്ലോ. ഈ ഫ്രിഡ്ജ് കേടായതാണ്. ഇതിൽ ബിസ്ക്കറ്റും പഞ്ചസാരയും ഉപ്പുമാ വെക്കാറ്. ഇതിൽ ഉറുമ്പ് കയറില്ലല്ലോ, അതുകൊണ്ടാണ് വെക്കുന്നത്. ശുഭാംഗിയുടെ ബോധം പോകാറായി. അവൾ മിണ്ടാതെ തന്റെ മുറിയിലേക്ക് നടന്നു. അവളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ഉത്സാഹവുമില്ല, ആഗ്രഹവുമില്ല. അടുത്ത ദിവസം, അമ്മേ, ഈ ഗ്യാസ് വരുന്നില്ലല്ലോ. അയ്യോ, ആ സിലിണ്ടർ തീർന്നു പോയതാ. നീ ചായ അടുപ്പിലുണ്ടാക്ക്. അടുപ്പിലുണ്ടാക്കിയാൽ ചായക്ക് നല്ല സ്വാദായിരിക്കും, അല്ലേ കിഷൻ? അതെ അമ്മേ, ദിവസവും അങ്ങനെയല്ലേ കുടിക്കുന്നത്. അങ്ങനെ ശുഭാംഗി അടുപ്പിൽ ചായ ഉണ്ടാക്കി. അവൾ കുളിക്കാനായി പോയപ്പോൾ ബാത്റൂമിൽ നിന്നും ശബ്ദം വന്നു. അമ്മേ, ഈ ഗീസർ എങ്ങനെ ഓണാക്കുന്നത്? അയ്യോ, അത് ഗീസറല്ല. ഗീസറിന്റെ പുറം മാത്രമേ ഉള്ളൂ. അതിന്റെ അകത്താണ് ഷാമ്പുവും സോപ്പും എല്ലാം വെക്കുന്നത്. കതകിന്റെ പുറകിൽ നോക്ക്. അവിടെ വെള്ളം ചൂടാക്കാനായി ഇരുമ്പ് വെച്ചിട്ടുണ്ട്. സ്വിച്ച് ഓൺ ചെയ്ത് അത് വെള്ളത്തിലിട്. പെട്ടെന്ന് വെള്ളം തിളച്ചു വന്നോളും. ശുഭാംഗി എങ്ങനെയൊക്കെയോ കുളി കഴിഞ്ഞ് വെളിയിൽ വന്ന് തന്റെ അമ്മായിയമ്മയോട് പതുക്കെ ചോദിച്ചു. അമ്മേ, വാഷിംഗ് മെഷീൻ എവിടെ? തുണിയിടാനായിരുന്നു. മോളെ, എന്തിനാ 3-4 തുണികൾക്ക് വാഷിംഗ് മെഷീൻ? ബാത്റൂമിൽ കൈകൊണ്ട് കഴുകു. ശരി, സോപ്പ് പൊടി എവിടെ അമ്മേ? അവിടെ നോക്കൂ, വാഷിംഗ് മെഷീൻ ഇല്ലേ അവിടെ? അതിന്റെ വാതിൽ തുറക്ക്, അതിലുണ്ട് സോപ്പ് പൊടിയും ബ്രഷുമെല്ലാം. നോക്കു മോളെ. മോളെ, അതിൽ പാത്രം കഴുകാനുള്ള ഒരു സോപ്പും കൂടി വെച്ചേക്ക്, തീരാറായി. ശുഭാംഗിക്ക് അവിടെ നടക്കുന്നതെല്ലാം കണ്ട് ഒരുപാട് ദേഷ്യം വന്നു. അവൾക്ക് പെട്ടെന്ന് തന്റെ അമ്മ പറഞ്ഞത് ഓർമ്മ വന്നു. ഒരു കുഴപ്പവുമില്ല, പെട്ടെന്നെല്ലാം ശീലമാകും. തന്റെ അമ്മയുടെ വാക്കുകൾ ഓർമ്മ വന്ന് അവൾ തലക്കടിച്ച് അവിടെ നിന്നും പോയി. അതിനുശേഷം ശുഭാംഗിക്ക് പതുക്കെ അവൾ തന്റെ ഭർത്താവിന്റെ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിച്ചു. അവിടെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കേടായി പോകുമ്പോൾ കിഷൻ അത് 1-2 ദിവസത്തേക്ക് ശരിയാക്കി വെക്കും. അങ്ങനെ ഒരിക്കൽ, അമ്മയ്ക്ക് തോന്നുന്നില്ലേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റണമെന്ന്? അയ്യോ, നീ എന്ത് വർത്തമാനമാ പറയുന്നത്? എല്ലാം നന്നായിട്ടുണ്ടല്ലോ, എന്താ കുഴപ്പം? ഇതിന്റെയൊക്കെ ആവശ്യം ഇത്രയേ ഉള്ളൂ.
നോക്കുമോളെ, എപ്പോഴും പൈസ സൂക്ഷിച്ചുപയോഗിക്കണം. ആവശ്യത്തിന് നോക്കുമ്പോൾ പിന്നെ കാണില്ല. ശുഭാംഗിക്ക് മനസ്സിലായി അവിടെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന്. മറുവശത്ത് ലീലാവതി കേടായ സാധനങ്ങൾ ശരിയാക്കാതെ പൈസ ലാഭിക്കാൻ നോക്കുമ്പോൾ വേറെന്തോ സംഭവിക്കാൻ പോകുകയായിരുന്നു. ഒരിക്കൽ ലീലാവതി വെള്ളം ചൂടാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്റെ പഴയ ഫോണിൽ ആരുടെയോ കൂടെ സംസാരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഫോൺ അവളുടെ കയ്യിൽ നിന്നും ബക്കറ്റിലേക്ക് വീണു. ഫോൺ എടുക്കാനുള്ള തിടുക്കത്തിൽ ലീലാവതി കറണ്ടുള്ള ഇരുമ്പിൽ കയറിപ്പിടിച്ചു. അയ്യോ, ഓടി വരണേ, അമ്മയ്ക്ക് കറണ്ട് അടിക്കുന്നേ! ശിവാംഗി അലറുന്നത് കേട്ട് കിഷൻ വേഗം വന്ന് തന്റെ അമ്മയെ എടുത്ത് മുറിയിലേക്ക് നടന്നു. നോക്കമ്മേ, അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരില്ല. അമ്മയെ ഞാൻ ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. കിഷൻ വേഗം അമ്മയെ വാതിൽക്കൽ ഇരുത്തി തന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ഭാഗ്യക്കേടെന്ന് പറയട്ടെ, കിഷാന്റെ ബൈക്ക് ഓണാകുന്നതേയില്ല. പിന്നെ ലീലാവതിയും ശുഭാംഗിയും ചേർന്ന് ബൈക്ക് തള്ളാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ അവർ ഹോസ്പിറ്റലിലും എത്തി. എന്തായി, ഡോക്ടർ എന്തു പറഞ്ഞു? കുഴപ്പമില്ല. പറഞ്ഞത് ചെറിയ മുറിവേ ഉള്ളെന്നാ. കുറച്ച് ടെസ്റ്റൊക്കെ ചെയ്യണം. പിന്നെ 1,00,000 രൂപയും ഉണ്ടാക്കണം. എന്താ 1,00,000മോ? ഇതെന്ത് ആശുപത്രിയാ? നോക്കമ്മേ, വില കുറഞ്ഞ സാധനങ്ങൾ തന്നില്ലേ